വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജനനത്തിന്റെ ശതോത്തര ജൂബിലിയോടനുബന്ധിച്ചുള്ള ഓൺലൈൻ ക്വിസ് പ്രോഗ്രാം ലിസ്യു ലോറിയറ്റ് 2K24ന്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ശ്രദ്ധയോടെ നമുക്കവ കേൾക്കാം, പഠിക്കാം. 2024 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, സമ്മാനം നേടാം. ചോദ്യം 1. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ദൈവവിളിയുടെ സമസ്ത രഹസ്യവും അടങ്ങിയിരിക്കുന്നുവെന്ന് വിശുദ്ധ വിശ്വസിച്ചിരുന്ന തിരുവചനം ഏത്? ഉത്തരം മാർക്കോസ് 3:13. യേശു മലയിൽ കയറി തനിക്കിഷ്ടമുള്ളവരെ അടുക്കൽ വിളിച്ചു. അവർ തൻ്റെ പക്കൽ വരികയും ചെയ്തു. ചോദ്യം 2. വിശുദ്ധയുടെ അഭിപ്രായത്തിൽ പുണ്യപൂർണ്ണത അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഉത്തരം തിരുമനസ് നിറവേറ്റുന്നതിലും അവിടുന്ന് നൽകുന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിലും. ചോദ്യം 3. സ്നേഹത്തിൻ്റെ സാരാംശം എന്താണ്? ഉത്തരം സ്വയം താഴുക. ചോദ്യം 4. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ഇളം പ്രായത്തിൽ അവൾക്ക് ആദർശമായി നിലകൊണ്ടിരുന്നത് ആരായിരുന്നു? ഉത്തരം പൗളിൻ ചേച്ചി. ചോദ്യം 5. വിശുദ്ധ ബാല്യകാല സഖി എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം സെലിൻ ചേച്ചിയെ. ചോദ്യം 6. സെലിൻ അലമാരയിൽ നിന്ന് അപ്പമെടുത്ത് എന്തു ചെയ്തിട്ടാണ് കൊച്ചു ത്രേസ്യയ്ക്ക് നൽകിയിരുന്നത്? ഉത്തരം അലമാരി തുറന്ന് അപ്പമെടുത്ത് ഒരു കഷ്ണം മുറിച്ചെടുക്കും. എന്നിട്ട് ഭക്തിപൂർവ്വം അതിന്മേൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി കൊച്ചു ത്രേസ്യയ്ക്ക് നൽകും. ചോദ്യം 7. സെലിനും കൊച്ചു ത്രേസ്യായും നടത്തിയിരുന്ന സംഭാഷണം പ്രധാനമായും എന്തിനെക്കുറിച്ചായിരുന്നു? ഉത്തരം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്. ചോദ്യം 8. അമ്മച്ചിയുടെ വാക്കുകളിൽ അനുഗ്രഹീതയായ 2 മാലാഖ കുഞ്ഞുങ്ങൾ ആരെല്ലാമായിരുന്നു? ഉത്തരം സെലിനും കൊച്ചു ത്രേസ്യായും. ചോദ്യം 9. എല്ലാ പ്രവൃത്തികളിലും അനിതര സാധാരണമായ എന്താണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നത്? ഉത്തരം ആത്മസംയമനം. ചോദ്യം 10. ദീർഘസവാരിക്കിടയിൽ സാധുക്കൾക്ക് ഭിക്ഷ കൊടുക്കാൻ നിയുക്തരായിരുന്നത് ആരാണ്? ഉത്തരം കൊച്ചു ത്രേസ്യ. ചോദ്യം 11. കുഞ്ഞുമക്കൾക്ക് അത്രമാത്രം പൂക്കൾ ആവശ്യമില്ലെന്ന് പറഞ്ഞ് വല്യമ്മച്ചി പൂക്കൾ കൊണ്ടുപോയത് എവിടേക്കായിരുന്നു? ഉത്തരം മാതൃസ്വരൂപം അലങ്കരിക്കാൻ. ചോദ്യം 12. ചെറുപുഷ്പം കടന്നു പോകേണ്ടിയിരുന്ന ഹേമന്തം ഏത്? ഉത്തരം കഷ്ടതയാകുന്ന ഹേമന്തം. ചോദ്യം 13. തൂലിക കയ്യിലെടുക്കുന്നതിന് മുൻപ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചത് എന്ത്? ഉത്തരം മാതാവിന് ഇഷ്ടമില്ലാത്ത ഒരു വരി പോലും എഴുതാൻ ഇടയാകത്തക്കവണ്ണം എൻ്റെ കൈ നിയന്ത്രിച്ചു കൊള്ളണമേ. ചോദ്യം 14. എപ്രകാരമാണ് തൻ്റെ ആത്മാവിന് പാകത വന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ പറയുന്നത്? ഉത്തരം ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂശയിൽ. ചോദ്യം 15. യേശു അറുത്തെടുത്ത ചെറുപുഷ്പത്തിൻ്റെ ചരിത്രം താൻ എഴുതുവാൻ പോകുന്നത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം അമ്മയായ പൗളിൻ ചേച്ചിക്ക് വേണ്ടി. ചോദ്യം 16. ദളങ്ങൾ പതുക്കെ വിടർത്തി തുടങ്ങിയപ്പോൾ തന്നെ ദിവ്യരക്ഷകൻ കൊച്ചു ത്രേസ്യയെ പറിച്ചു നട്ടത് എവിടേക്ക്? ഉത്തരം കർമ്മലയിലേക്ക്. ചോദ്യം 17. കർമ്മല സഭയിൽ പ്രവേശിച്ചത് വരെയുള്ള ആത്മാവിൻ്റെ ചരിത്രത്തെ എത്ര ഘട്ടങ്ങൾ ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്? ഉത്തരം 3. ചോദ്യം 18. വിശുദ്ധയുടെ ആദ്യത്തെ സ്മരണകൾ മുദ്രിതമായിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം പുഞ്ചിരിയും അത്യന്തം സ്നേഹാമിശ്രണവുമായ ലാളനങ്ങളും കൊണ്ട്. ചോദ്യം 19. കുടുംബാംഗങ്ങൾ എല്ലാവരും സായാഹ്നത്തിന് പോയിരുന്നപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കാത്തുകൊണ്ടിരുന്നത് ആരാണ്? ഉത്തരം ലയോനി ചേച്ചി. ചോദ്യം 20. സർവശക്തൻ എന്ന് പറയുന്നതിൻ്റെ സാരം എന്താണ്? ഉത്തരം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യാൻ കഴിവുണ്ട് എന്നു തന്നെ. ചോദ്യം 21. ഈ ചെറിയ ഒരു ഓസ്തിയിൽ അധിവസിക്കാൻ നല്ല ദൈവത്തിന് എങ്ങനെ സാധിക്കും എന്ന സെലിൻ്റെ ചോദ്യത്തിന്
കൊച്ചുത്രേസ്യ നൽകിയ മറുപടി എന്ത്? ഉത്തരം: ദൈവം സർവശക്തനാണ്. ചോദ്യം 22. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഭൗതിക ജീവിത കാലയളവ് ഏത്? ഉത്തരം: 1873 ജാനുവരി 2 മുതൽ 1897 സെപ്റ്റംബർ 30 വരെ. ചോദ്യം 23. വിശുദ്ധ കൊച്ചുത്രേസ്യ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയ വർഷം? ഉത്തരം: 1887. ചോദ്യം 24. വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് ആര് എന്ന്? ഉത്തരം: 11-ാം പിയൂസ് പാപ്പ, 1925 മെയ് 17. ചോദ്യം 25. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കൾ ആര്? ഉത്തരം: ലൂയി മാർട്ടിൻ, സെലിൻ ഗുരിൻ.